ശ്രീ മിഥുൻ വിജയകുമാറിലേക്കാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, ഈ നീറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ, അതിലൊരു പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് FCRA ഒക്കെ കയറി വരുന്നത് എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമായി ഒന്ന് ചോദിച്ചു പോകുന്നതാണ്. അതിന് പക്ഷേ വളരെ കൃത്യമായ ഒരു മറുപടി എങ്ങും നിന്നും കിട്ടാനും പോകുന്നില്ല. നോക്കൂ, ഈ ഷബാന ആസ്മി അവർ ഒരു ബ്രിട്ടീഷ് മതപരിവർത്തന അല്ലെങ്കിൽ ആ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണാണ്. വർഷം ഒരു 100 മുതൽ 200 കോടി രൂപ വരെ വിദേശ സഹായം ലഭിക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയാണ് ഈ ഷബാന ആസ്മി. അതുപോലെ ഈ സമരത്തിൽ പങ്കെടുത്ത സോനം വാങ്ചുക്ക് FCRAയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഫണ്ട് കിട്ടുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞു. ആരൊക്കെയാണ് ഈ സമരങ്ങളിൽ, നേരത്തെ കണ്ട ഗുസ്തിതാരങ്ങളുടെ സമരമായാലും കർഷക സമരമായാലും CAA പ്രക്ഷോഭ സമയത്തെ സമരമായാലും, ഈ ചില പരിചിത മുഖങ്ങളാണ് ഇവിടെ ഈ ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച്, ഡൽഹി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒത്തുകൂടുന്നത്? അരുന്ധതി റോയ്, കോളിൻ ഗോൺസാൽവസ്, പ്രശാന്ത് ഭൂഷൺ, നന്ദിത നരൈൻ, കുനാൽ കംബ്ര, പ്രകാശ് രാജ്, ഇവരൊക്കെ നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ ഏതെല്ലാം വിധത്തിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, അവർക്കുള്ള സ്രോതസ് എന്താണെന്നൊക്കെ വളരെ കൃത്യമായി പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതില്ല. പക്ഷേ സമരത്തിൻ്റെ വിഷയം മാത്രമേ മാറുന്നുള്ളൂ, പാറ്റേൺ ഒന്ന് തന്നെയായി നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ടൂൾ കിറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ കാലത്തും. അപ്പൊ അവർ ടോപ്പിക്സ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് മാത്രമാണ് അവർക്ക് സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ പ്രപ്പോസൽസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നും ഇല്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ട് രാജിവെക്കണം, അതാണ് അവരുടെ ആവശ്യം. അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഫെയിലർ അവിടെ ഉണ്ട്, നമ്മൾ കണ്ടു, പലതവണ അവിടെ സംഭവിച്ചു. അപ്പൊ അതിന് സൊല്യൂഷൻ ആയിട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്താണ് പ്രപ്പോസൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടല്ലേ ഇവർ നിൽക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രപ്പോസൽസ് ആണ് ഇവരുടെ മുന്നിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. ഇവിടുന്ന് കുറെ MP മാർ ഡൽഹിയിലേക്ക് പോകുന്നു, കുറച്ച് നടീനടന്മാർ അങ്ങോട്ട് പോകുന്നു, പ്രതിഷേധം നടത്തുന്നു. അവർക്ക് എന്തിനു വേണ്ടി പ്രതിഷേധിക്കുന്നു, നീറ്റിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ പോലും അറിയില്ല പലർക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അവര് ഒരു ടൂൾ കിറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതിൽ പലരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, ചിലർക്ക് എന്താ പറയാ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചിലർ അതിന്റെ ഭാഗം ചേരുന്നു, ചില ആളുകൾ അവരുടെ ഒരു ലെഫ്റ്റ് ലീനിങ് ഒരു മോഡേൺ ഐഡിയോളജി പുഷിന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇതിൽ എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ, പക്ഷെ മുകളിൽ ഒരു നല്ല ഒരു എന്താ പറയാ ഒരു മെഷീനറി ഉണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഇന്റലക്ച്വൽ ഒരു വിഭാഗം ഇങ്ങനെയുള്ള സമരങ്ങളെ എങ്ങനെ ഹൈജാക്ക് ചെയ്യാമെന്ന് നന്നായി പഠിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. അത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗുസ്തി സമരം അല്ലെങ്കിൽ മറ്റേത് സമരം നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നമ്മൾ കാണുന്നത്. അതിനെ ഭയങ്കര വലിയൊരു ഇമോഷണൽ ആംഗിളിലേക്ക് അവർ അതിനെ എത്തിക്കുകയും ചെയ്യും. അതിന് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ടാകും, ലെഫ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടാകും, അങ്ങനെ. പക്ഷെ ഇതേപോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ വലിയ മാർച്ചോ ഈ പ്രൊട്ടസ്റ്റോ ഈ പറഞ്ഞ ഇന്റലക്ച്വൽ വിഭാഗത്തിലെ ആളുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയുന്നത് നമ്മളാരും കേൾക്കില്ല. പക്ഷെ ഇവിടുന്ന് പല എന്താ പറയാ സെലിബ്രിറ്റീസും ഡൽഹിയിലേക്ക് പോകുന്നു, യാത്ര ചെയ്യുന്നു, അവിടെ ചെന്ന് ഈ ഒരു റെവല്യൂഷന്റെ ഭാഗമാവാണ് അവർ. എന്തോ ഭയങ്കര റെവല്യൂഷണറി സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ എന്താ പറയാ മുല്ലപ്പൂ വിപ്ലവം, ഗദ്ദാഫി, ഇതൊക്കെ എന്താ പറയാ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇതിപ്പോ ഏത് സ്വേച്ഛാധിപതി ആണെങ്കിലും, ഇപ്പൊ കേരളത്തിലെ കാരണഭൂതനാണെങ്കിൽ പോലും ജനങ്ങൾ താഴെ ഇറക്കി. പക്ഷേ ജനങ്ങൾ താഴെ ഇറക്കാത്ത ഒരു സർക്കാരാണ് മോദി സർക്കാർ. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ പിന്തുണയോട് കൂടെ പോകുന്ന ഒരു സർക്കാരിനെ നിങ്ങൾ സ്വേച്ഛാധിപതി എന്നൊക്കെ പറയുക. പക്ഷേ നിങ്ങൾ എന്താ പറയാ അലയൻസ് ആയി നിൽക്കുന്ന ഈ സ്വേച്ഛാധിപതി ഇപ്പൊ ജനങ്ങൾ താഴേക്ക് ഇറക്കിയല്ലോ, അവരുടെ സമയത്ത് നടന്ന പോരായ്മകൾ ഒക്കെ തന്നെ മറച്ചു പിടിക്കുക. അന്നാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കാം കണ്ടത് തന്നെ. കാരണം ഓരോ സ്കാം, ഇപ്പൊ ഗോൾഡ് സ്കാം, ഡോളർ സ്കാം, ഏതെടുത്ത് നോക്കിയാലും നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്ന സ്കാംസ് ആയിരുന്നു നമ്മളെ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലൊരു പ്രൊട്ടസ്റ്റ് നടന്നതായി നമ്മൾ കണ്ടോ? ഈ BJP പോലും വലിയൊരു പ്രതിഷേധം നടത്തി ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. ഈ നമ്മുടെ കേരളം കണ്ടതിലും വലിയ സ്കാംസ് ഉണ്ടോ? ശബരിമല കൊള്ള, മറ്റേ എത്ര കൊള്ളകളാണ് ഇവിടെ നടന്നത്. ഈ പറഞ്ഞ പോലെ വൻകിട തട്ടിപ്പുകൾ നടന്ന ഒരു നാടാണ്. എന്നിട്ട് അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രതിഷേധം ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ ഓർഡിനറി താല്പര്യം കാണിക്കുമ്പോൾ അതിന്റെ പിറകിൽ എന്തോ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട് എന്നത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ പ്രതിഷേധം നടത്തുന്നതിനോ കുട്ടികളോടൊപ്പം നിൽക്കുന്നതിനോ ആർക്കും ഇവിടെ എതിർപ്പില്ല. പക്ഷേ ഈ ഒരു വിഷയം, ഈ ഒരു പ്രൊട്ടസ്റ്റ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നതിന്റെ ഒരു ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആണ് ജമാഅത്തിന്റെ ബാക്കിംഗ്, ജമാഅത്തിന്റെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നത് ബംഗ്ലാദേശിലെ. അങ്ങനെയുള്ള റാഡിക്കൽ ആയിട്ടുള്ള
ഹാർഡ് ലൈൻ എന്താ പറയുക റീജിയണൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു മൂവ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് തന്നെയല്ലേ. അതിൽ ഈ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ പിറകിൽ വലിയ അജണ്ടകൾ നടപ്പിലാക്കുകയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബംഗ്ലാദേശിലെ വിഷയം നോക്കൂ. ബംഗ്ലാദേശിൽ അവിടെ കുട്ടികൾക്ക് കോട്ടയുടെ വിഷയത്തിലായിരുന്നു ഈ എന്താ പറയാ അവിടുത്തെ ഈ കോട്ട സംബന്ധമായിട്ടുള്ള വിഷയത്തിലായിരുന്നു കുട്ടികൾ വലിയ രീതിയിൽ ഗ്രീവൻസ് പ്രകടിപ്പിച്ചത്. പക്ഷേ അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നു, അതിനെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഫാക്ഷൻസ് അതിനെ ഹൈജാക്ക് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള റാഡിക്കൽ നെറ്റ്വർക്ക്സ് അതിന്റെ ഭാഗമാകുന്നു, ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ബ്ലൂ പ്രിന്റ് അവിടെ ഓൾറെഡി തയ്യാറാണ്. അത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും പരിശോധിച്ച് നോക്കുകയാണ്. അതിന്റെ ഒരു സാമ്പിൾ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇപ്പൊ ഈ നേരത്തെ യോഗേന്ദ്ര യാദവ് തന്നെ പറഞ്ഞതുപോലെ ഇതിപ്പം ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമ്പിൾ അവർ വെച്ചിട്ടുണ്ട്. അവരത് പല സ്ഥലത്തും ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. അതൊന്ന് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിപ്പോ നമ്മൾ ഏത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ വേണ്ടത് ഒരു സിസ്റ്റമിക് കറപ്ഷൻ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ഫെയിലിയർ ഇല്ലാതാക്കുന്ന ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഡിസ്കഷൻസിന് ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രത്യേകിച്ച് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്തിനാണ് ബാക്ക് ഓഫ് ചെയ്യുന്നത്? അദ്ദേഹം എന്തിനാണ് ബാക്ക് ഓഫ് ചെയ്ത് പോയത്? കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഗവൺമെന്റിന് ഓക്കെ ആണെന്ന് ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അറിയിച്ചതിന് ശേഷം അദ്ദേഹം മറ്റൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാവുകയായിരുന്നു. അപ്പം ഇവിടെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുക എന്നാണ്. ഇതിനെ ഒടുക്കം കൊണ്ടുചെന്ന് എത്തിക്കാൻ നോക്കുന്നത് ശ്രീലങ്കയോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് മോഡലിലേക്കുമാണ്. അപ്പൊ അതിന് ഇവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് സംവിധാനം എന്തുകൊണ്ടും സപ്പോർട്ടീവ് അല്ല. പിന്നെ ജനങ്ങളും ഇതൊക്കെ കണ്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പ്രൊട്ടസ്റ്റ് മാത്രമല്ല നടത്താൻ പറ്റുക. ഈ പ്രൊട്ടസ്റ്റിന് പിറകുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇവർ എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ പെട്ടെന്ന് ഈ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ മോഡൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ചതിയാണ്. നമ്മുടെ ഈ രാജ്യത്തെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഡിജിറ്റൽ ചതിയാണ്. അപ്പൊ അതിന് ഭാഗമായി നിൽക്കുന്ന എല്ലാവരും, അതായത് രാഷ്ട്രീയ പാർട്ടി ഏതൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ ഭാഗമാവാൻ ശ്രമിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. കാരണം നിങ്ങൾ പോലും അറിയാതെ ഏതോ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാവാൻ പോവുകയാണ്.